നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുകയും ഒരു പക്ഷേ ഗൃഹത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ, മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകാൻ തക്കവണ്ണം തൊഴിൽ മേഖലകൾ, ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഒരു പക്ഷേ ഇനി മുതൽ അതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം, പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിലുള്ള സൂചനകൾ ലഭിക്കുവാനും അതിനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ തൊഴിൽ മേഖലയിൽ ചില പരിവർത്തനങ്ങൾ തയ്യാറാകും. വ്യാപാരമാണെങ്കിൽ വിറ്റുവരെയുള്ള വിഭാഗം മാത്രം നിലനിർത്തി മറ്റു ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കുവാൻ അവസരം വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളാണെങ്കിൽ നിരന്തരമുള്ള ഈ നഷ്ടം ഒഴിവാക്കാനായിട്ട് വാടകയ്ക്ക് കൊടുക്കുവാൻ തീരുമാനിക്കും. ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. പലപ്പോഴും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള ചികിത്സകളൊക്കെ നടത്തുകയും ഇനി ചില മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണം ഒരു ജീവിതചര്യാക്രമം അനുവർത്തിക്കുവാനും സാധ്യതയുണ്ട്. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കണം. പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മേലധികാരി ചെയ്തു വെച്ചതായുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും അനിഷ്ടങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ കാര്യങ്ങളെല്ലാം തന്നെ രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിനെ ഉദ്ദേശിച്ച പോലെ തന്നെ കർമ്മമണ്ഡലങ്ങളിൽ വിജയം കൈവരിച്ചു എന്നറിഞ്ഞത് കൊണ്ട് അഭിനന്ദിക്കാൻ അവസരം വന്നു ചേരും. അതിശയോക്തി കലർന്ന പല വിധത്തിലുള്ള സംസാര രീതികളും മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ യുക്തിപൂർവ്വം പിന്മാറുക തന്നെയായിരിക്കും ഏതു പ്രകാരത്തിലും നന്നാവുക. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. 2026 ആദ്യത്തിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് സുഹൃത്ത് ഏറ്റെടുത്ത കരാർ ജോലികളുടെ ഉപവിഭാഗ കരാറുകൾ ജോലികൾ ചെയ്തു തീർക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ കൊണ്ട് മറ്റു ചിലർക്ക് അതിയായ ശൈത്യമുള്ള സ്ഥലത്ത് നിന്നും മാറി മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തന്നെ സമശീതോഷ്ണ പ്രദേശങ്ങളിലുള്ള രാജ്യത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരു 6 മാസത്തിനുള്ളിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം എല്ലാം ക്രമീകരിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ദുരാചാരങ്ങളെ ഒഴിവാക്കി സദാചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളും എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള തത്വചിന്തയോടുകൂടിയതായുള്ള സമീപനവും ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തിയായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടവരും. ഒരുപക്ഷെ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുക എന്നത് ഒരു വർഷത്തിനുള്ളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ട് ജോലി കിട്ടും. ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് വികസിത രാഷ്ട്രത്തിൽ ഉദ്യോഗം ലഭിക്കുകയും പിന്നീട് 6-7 മാസത്തിന് ശേഷം വിദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണം അതിന് തക്കവണ്ണം പോലും സാധ്യത കാണുന്നതുമുണ്ട്. വസ്തുതർക്കത്തിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. സ്ഥാപനത്തിൽ ഉപദേശ സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ക്രിയാത്മകമായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക്
സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സംസർഗ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാനായിട്ട് ഈ മാസത്തിൽ ആദ്യത്തിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ ആവാമെങ്കിലും വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. അഥവാ അസമയങ്ങളിൽ ഉറക്കമൊഴിച്ച യാത്ര, വാഹനോപയോഗം പരമാവധി ഒഴിവാക്കേണ്ടതുമാണ്. കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിയമനിർവഹണത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും വിധിയെ കുറ്റം പറയാതെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം എല്ലാം ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് യുക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്ന പക്ഷം വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിപരീതത്തിലായിരുന്ന പലരും ഒരുപക്ഷെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിരിക്കാം ലോക്യം കൂടുവാനിടവരും. എന്നാൽ അവരെ അതിഥി എന്ന നിലയിൽ തന്നെ സ്വീകരിക്കുവാനും ഉള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയില്ല, അവസരങ്ങൾ വളരെ കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചിലർക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് അതിൽ ചേരുവാൻ അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് ഇത്തരം കാലത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് നിലവിലുള്ള ജോലിയിൽ ഇരുന്നു കൊണ്ട് ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ വർഷം നിർത്തിവെച്ചതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇനി മുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനൊരു പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഇതിന് കഴിഞ്ഞ ഒരു വർഷമായി തുടക്കം കുറിക്കുന്നു എങ്കിലും അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങളല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും നിർത്തിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു. എന്നാൽ ഇനി മെയ് മാസം മുതൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാനും അതിനുള്ള തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗതിവിഗതികൾക്ക് അനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജോലിയും കുടുംബജീവിതവും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. തൊഴിൽ മണ്ഡലങ്ങളിലുള്ള പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് സാമ്പത്തിക സമാഹരണത്തിന് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാൻ ഇടവരും. മനസ്സിന് വിഷമമുണ്ടാകുന്ന പല കാര്യങ്ങളും ബന്ധുമിത്രാദികളിൽ നിന്നും വന്നു ചേരുമെങ്കിലും അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന്റെ വെളിച്ചത്തിൽ അവരുടെ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുന്നത് വഴിയും ആശ്വാസത്തിന് യോഗമുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസമായി അതിനുള്ള പുതിയതായിട്ടുള്ള ജോലികൾക്ക് അപേക്ഷകൾ നൽകുന്നു. അതൊന്നും കിട്ടാത്തതുകൊണ്ട് സ്വല്പം മനസ്സിന് സമാധാനമൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ വിദഗ്ധമായുള്ള നിർദ്ദേശത്താൽ മെയ് മാസത്തിന് ശേഷമേ ഇനി മറ്റൊരു ജോലിയുടെ അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷകൾ നൽകുന്ന ഈ ഒരു പാത തുടരുവാൻ തന്നെ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഈ ഒരു മാസം കഠിന പ്രയത്നം വേണ്ടിവരും.
മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല പദ്ധതികളും മേലധികാരികളുടെ നിർബന്ധപ്രകാരം ഈ ഒരു മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് വിനോദയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി ചേരുന്നത് ഗുണകരമായി തീരും. വ്യർത്ഥമായിട്ടുള്ള വ്യാമോഹങ്ങളെ അതിജീവിക്കുവാനായിട്ട് സുതാര്യതയുള്ള സമീപനം സ്വീകരിക്കുക, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുക എന്ന ആശയം ജീവിതത്തിൽ അവലംബിക്കുവാനിടയുണ്ട്. പകർച്ചവ്യാധി പിടിപെടുവാനിടയുള്ളതുകൊണ്ട് 2 ആഴ്ച ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരസ്പര ബന്ധമില്ലാത്ത കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനും സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തീരുമാനിക്കും. അനുഭവജ്ഞാനമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു പുതിയതായുള്ള പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നത് വഴി വ്യാപാര മേഖലയിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള ആശങ്കകൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഇനി ഉദ്ധരിച്ചുകൊണ്ട് അതിലൊരു നേട്ടം ഉണ്ടാവുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യവസായം വിൽക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വീകരിക്കുവാനും അർഹതയുള്ളവർക്ക് ഈ ഒരാശയങ്ങൾ നൽകുവാനും അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു ഗ്രഹം വാങ്ങിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അന്വേഷണത്തിൽ വാസ്തുശാസ്ത്രപ്രകാരം ഇല്ലാത്തതാണ് വന്നു ചേരുന്നത് വഴി പലതും ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അനന്ത സാധ്യതകളുള്ള ജോലിയെ വിലയിരുത്തി പുതിയതായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അകാരണമായ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് പലപ്പോഴും അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ വളരെ സുതാര്യതയുള്ള സമീപനമായതുകൊണ്ടും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ടും അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുവാൻ ഇടയുണ്ട്. പുരാണം, ഇതിഹാസം, ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അവലംബിക്കാനിടവരും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പകർച്ചവ്യാധി പിടിപെടുവാനോ സാംക്രമിക രോഗങ്ങൾക്കോ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും നിരവധി കാര്യങ്ങളെ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം എഴുതി വെച്ചുകൊണ്ട് സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് അവധി ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും യോഗമുണ്ട്. ഇതാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.